നമസ്തേ. നമ്മുടെ പാർലമെന്റിന്റെ അകത്ത് ഒരു ഹലുവക്കഥ. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒരു ഹലുവക്കഥയുമായി വന്നിരുന്നു. ഹലുവക്കഥയും SC ST OBC പ്രേമവും. അങ്ങനെ ഒരു 2-3 കഥകൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ അകത്തുണ്ടായി. നമ്മുടെ ധനകാര്യമന്ത്രിയുടെ അടുത്തുനിന്ന് നല്ല വെടുപ്പിന് അതിനുള്ള മറുപടിയും കിട്ടി. അപ്പൊ അതൊക്കെ കിട്ടി. അതെല്ലാം കേട്ടപ്പോ അതിന്റെ തമാശകളൊക്കെ ആയിട്ട് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാം, നിങ്ങളെ മുന്നിലൊക്കെ ഒന്ന് അവതരിപ്പിക്കാം കാണാം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഒരവസാന ഭാഗത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജി ഒരു ഫോട്ടോ പൊന്തിച്ച് കാണിച്ചുകൊണ്ട് അതില് നിർമ്മല സീതാറാം, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ, മറ്റ് കുറച്ച് ഓഫീസർമാരും എല്ലാവരും കൂടി ഹൽവ കട്ട് ചെയ്തു തിന്നുന്നു. അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവിനുണ്ടായ വിഷമോ, ഈ ഫോട്ടോയിൽ എവിടെയുണ്ട് SC ST? ഈ ഫോട്ടോയിൽ എവിടെ ഒരു ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ആദിവാസി, OBC ഇതിലൊക്കെ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഫീസർമാരെ ഇതിൽ കാണാനുണ്ടോ? വെറും ബ്രാഹ്മണത്വം, മേധാവിത്വം മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അതത്ര വൃത്തികേടായിട്ടാണ്, അത്ര മോശമായിട്ടാണ് അവരെ നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ നേർക്ക് അങ്ങ് ചാടുകയാണ്. പാർലമെന്റിൽ വെച്ച് അങ്ങ് പ്രസംഗിക്കുക. അപ്പൊ നമ്മളെ സ്പീക്കർ പറഞ്ഞു, ഈ ഫോട്ടോ എടുത്തിട്ട് ഇല്ലേ പരിപാടി ഇതിന്റെ മുമ്പ് നീ കാണിച്ചതാണ്, അന്ന് നിന്നോട് പറഞ്ഞതാണ് ഇത് ചെയ്യരുത്, അത് വേണ്ട, ഇരിക്കുന്നു. അയ്യേ കേൾക്കുന്നില്ല. പിന്നെ ഇതെടുത്തിട്ട് പിന്നെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ചെയ്യാൻ പാടാത്തതാണ്, ചെയ്യരുത്, തെറ്റാണെന്ന് പറഞ്ഞപ്പോ എന്നാ സോറി, മാപ്പാക്കണോ? ഒരു പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ ഒരു ഗതികേടെ. ആ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുമ്പോ അയാൾക്ക് ഒരു തുല്യത ഇല്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അയാൾക്ക് അടുത്ത് എത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവൊക്കെ രാജ്യത്തിന് വേണ്ടേ? കോൺഗ്രസിന്റെ വല്ലാത്തൊരു ഗതികേടാണ് ഈ ഒരു നേതാവ്. ഈ ജാതീയതയും ജാതീയ സെൻസസും മറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഈ പ്രതിപക്ഷ നേതാവിന് ഇത് പറയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫിനാൻസ് മിനിസ്റ്റർ അതിന് മറുപടി പറയുമ്പോൾ പറഞ്ഞു, അത് ചിലപ്പോൾ ഇറ്റലിയിൽ ഇങ്ങനെയുള്ള ഒരു അലുവ മുറിക്കൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അത് മനസ്സിലാവാഞ്ഞത് എന്ന്. ശരിയാണ്. ഈ അതിനുള്ള മറുപടിയായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഈ പ്രസ് ഈ ബഡ്ജറ്റ് മുഴുവൻ ശരിയായി കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിൽ എത്തിച്ചു കഴിഞ്ഞാൽ, അത് ഒരു വ്യവസ്ഥാപിതമായി അതിൻ്റെ എല്ലാം ഒരു ബുക്ക് ആക്കിയെടുക്കുന്നവരെ, അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച, അതിൻ്റെ ഉള്ളിലേക്ക് പോയ എല്ലാ ഉദ്യോഗസ്ഥ വൃത്തങ്ങളും ആരൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടോ അവരൊന്നും 9 ദിവസം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. 5 രാത്രിയും 4 പകലും മറ്റും അവരെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടായിരുന്നതെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. അപ്പോ ഈ ഒരു സംഗതിയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു അവസാനമായാലും അതൊക്കെ ഒരു മധുരം കഴിച്ചുകൊണ്ടാണ് ഉണ്ടാവാറ്. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു 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 സിറ്റുവേഷനിൽ നോക്കിയാൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഒരുപാട് കാലങ്ങളായിട്ട് ഉള്ള ഒരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത് സംഭവിച്ചത്. അതിനുള്ളിൽ ഏതൊരു ഉദ്യോഗസ്ഥന്റെ അച്ഛൻ മരിച്ചിട്ട് വരെ അതിനുള്ളിൽ നിന്ന് അയാൾക്ക് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല. കാരണം അയാൾ അറിയില്ല. കാരണം അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നോ മൊബൈൽ, നോ കോണ്ടാക്ട്സ്, പുറത്ത് ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്ങോട്ട് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ കംപ്ലീറ്റ് ഒരു
ജയിലിലായതിന് സമമാണ്. കാരണം ഫോർ ദ സീക്രസി ഓഫ് ദ ബഡ്ജറ്റ്, അതിനു വേണ്ടിയാണ്. രാജ്യത്തിന്റെ ബഡ്ജറ്റാണ്, അതിന്റെ മുന്നേ ചോർന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനമന്ത്രി 2013-14 ബഡ്ജറ്റില് ഇതേ സംഗതി ഇങ്ങനെ തന്നെ അലുവ മുറിച്ചിട്ടുണ്ട്. അവിടെ അയാൾ തന്നെയാ മുറിച്ചത്. അങ്ങനെ SC/ST അവിടെ ഇരുത്തിക്കൊണ്ട് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, OBC എന്നുള്ളവർക്കെല്ലാം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അല്ലാത്ത ഒരു പരിപാടിയാണെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ സാധനത്തിനെ നിർത്താൻ പറ്റിയില്ല? അതന്ന് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് തുടർന്ന് 2014 പോയി, പിന്നെ കഴിഞ്ഞ 10 വർഷവും ഇതുണ്ടായി. ഇതിപ്പോ 11ാമത്തെ വർഷം ഈ BJP വന്നതിന് ശേഷം അത് തുടർന്നു പോകുന്നു. അല്ലാതെ അത് പുതുതായിട്ട് BJPയോ BJPയുടെ മന്ത്രിമാരോ BJPയുടെ പ്രധാനമന്ത്രിയോ കൊണ്ടുവന്നൊരു പുതിയ നിയമവും കാര്യങ്ങളൊന്നല്ല. അതിനെപ്പറ്റിയും കൂടി അറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവ് നമുക്ക് കിട്ടിയതാ. വല്ലാത്തൊരു ഒരു ഗതികേട് തന്നെയാണ് എന്നാണ് പറയുന്നത്. ആ ഫോട്ടോ കാണിച്ചിട്ട് പറയല്ലേ SC/ST ഇല്ല, ഒന്നുമില്ല. ഇയാൾക്ക് എവിടുന്ന ഈ പെട്ടെന്നൊരു SC/STനോടും ഷെഡ്യൂൾ ട്രൈബിനോടും ഷെഡ്യൂൾ കാസ്റ്റിനോടും ഒക്കെ ഒരു ഭക്തി വന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹം വന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, അവിടെ നിങ്ങൾ എത്ര ആൾക്കാരെ SC/ST OBC നിങ്ങൾ അവിടെ നിയമിച്ചിട്ടുണ്ട് അതിന്റെ ഡയറക്ടർ ബോർഡിൽ, ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇരുത്തം കണ്ടിട്ടുണ്ടോ? സിനിമയിലെ വില്ലന്മാരൊക്കെ ഇരിക്കുന്ന തരത്തിലല്ലേ, ഒരു കൈയൊക്കെ ബാക്കോട്ട് അങ്ങനെ ഇട്ട് ഭയങ്കര കാലിൽ കാലൊക്കെ വെച്ച് അങ്ങ് ഇരുന്ന് കൊണ്ടൊരു ഞെട്ടിക്കൽ ഇരുത്തല്ലേ ഇരിക്കുന്നത്. ഭയങ്കര തമാശയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഞാനിവിടെ പറയാൻ കാരണം എന്താ വെച്ചാല്, അത് ഭയങ്കര ഒരു വലിയ ഒരു തമാശയായിട്ട് തോന്നി. അതിനുള്ള നിർമ്മലാ സീതാറാമന്റെ മറുപടിയാണ് എനിക്കിഷ്ടമായത്. വളരെ രസകരമായ മറുപടിയാണ് ആ സ്ത്രീ കൊടുത്തത്. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം. നാട് നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട് നന്നാവണം. അവര് പറഞ്ഞത് അതാണ്. ആദ്യം നിങ്ങൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡിൽ 5 പേരുണ്ട്. ആ 5 പേരിൽ ഒരാൾ SC ഇല്ല, ഒരാൾ ST ഇല്ല, ഒരാൾ ആദിവാസി ഇല്ല, ഒരാള് പോലും OBC ഇല്ല, ആരില്ല. വെറും മേൽജാതിക്കാര് തന്നെ അവിടെയുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു അഭിനയം, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് വലിയൊരു സംശയം തോന്നുന്നത്, ഒരു സംശയമല്ല, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് ആരാണ് ഇങ്ങനത്തെ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. വേണുഗോപാല്, KC വേണുഗോപാല് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നോ, രാഹുൽ ഗാന്ധിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കി. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ഒരു 99 സീറ്റ് കിട്ടി, ഒരു പ്രതിപക്ഷ നേതാവാൻ സാധിച്ചു. പക്ഷെ ആയത് ഒരു സീറ്റ് കിട്ടിയപ്പോൾ എന്തൊക്കെയോ പറയണം, എന്തൊക്കെയോ ചെയ്യണം, എന്തെല്ലാം വേണമെന്നുള്ളൊരു ആവേശമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഡ്ഢിത്തങ്ങളുടെ ഇടയിലൊക്കെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിന്റെ, എന്നെ ED പിടിക്കാൻ പോകുന്നേ, എന്നെ ED കൊണ്ടുപോകും, എന്നെ അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്യും, എനിക്ക് പേടിയില്ല, EDക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, EDക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാം, 2-ൽ ഒരാൾക്ക് എന്നെ കണ്ടൂടാ. ആർക്ക്? അതിന് നരേന്ദ്രമോദിനെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അമിത്ഷാനെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ഉദ്ദേശിച്ചതൊന്നും അറിയില്ല. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്ക് എന്നെ കണ്ടൂടാ, അതുകൊണ്ട് അടുത്ത് തന്നെ ED എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നതാണ്. നല്ല ഇംഗ്ലീഷ് വേണ്ടോ അതിൽ അങ്ങനെ എഴുതിയത്. ആ വാക്കുകൾ എനിക്കിപ്പോ കറക്റ്റ് അറിയില്ല, അല്ലേ ഞാൻ പറഞ്ഞത്. അത് അയാള് എഴുതിയ സംഗതി ഇതൊക്കെയാണ്, പക്ഷെ എഴുതിയാൽ വിട്ടിട്ടുണ്ടായിരുന്നു.
ഈ ഒരാൾക്ക് എന്നെ കണ്ടൂടാ, അതുകൊണ്ട് ഞാൻ വരുന്ന ആൾക്കാർക്ക് ഐ വിൽ ബി ഗിവിങ് ബിസ്ക്കറ്റ് ആൻഡ് ടീ. ബിസ്ക്കറ്റും ടീയും കാത്തു നിൽക്കുന്നുണ്ട്, ഇ ഡി വരൂ എന്നാണ് പറഞ്ഞത്. ഇ ഡിന്റെ അകത്ത് ഞങ്ങൾ ആൾക്കാരുണ്ട്. അപ്പൊ ഇ ഡിന്റെ അകത്ത് ഇപ്പോഴും കോൺഗ്രസ്സുകാരുണ്ട് ഉറപ്പായി. ഞങ്ങൾ ഇ ഡിന്റെ അതിന്റെ ഓഫീസിന്റെ അകത്തും ഞങ്ങൾ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരം കിട്ടിയ പ്രകാരം എന്നെ അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് പാവത്തിന് രാത്രി ഒറ്റക്കൊക്കെ ആയി കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു. അല്ലാണ്ട് അത് ട്വിറ്റ് ചെയ്ത സമയം രാത്രി 2 മണിക്ക് മറ്റാണ്. അപ്പൊ ഇയാൾക്ക് ഉറക്കമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഇത് എന്നാ പിടിച്ചു കൊണ്ടുപോകാന്ന് അറിയില്ലല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആ ഒരു കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിനെ പണ്ട് കുറച്ചു നേരത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതിനുശേഷം ഇ ഡിയുടെ ഓഫീസിൽ കൊണ്ടുപോയി രാവിലെ പോയി വൈകുന്നേരം വരെ അറസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ ഒരു ബാക്കി അന്ന് ഈ കേസ് ഒന്നും ഇവരെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു കേസ് ഇവരെ വാദിയുമാക്കിയിട്ടില്ല, പ്രതിയുമാക്കിയിട്ടില്ല, സാക്ഷിയുമാക്കിയിട്ടില്ല, ഒന്നും ആക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തും വേണമെങ്കിലും ആകാം. അതായിക്കഴിഞ്ഞാൽ ഇവരകത്തു പോകുമോ പുറത്തിരിക്കുമോ എന്നറിയില്ല. ഏതായാലും ജാമ്യത്തിലിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. ഒരു ജാമ്യം കൊണ്ട് മാത്രം പുറത്തിരിക്കുന്ന ആളാണ്, അതും ഒരു ഇ ഡി കേസിൽ. അപ്പൊ അതുകൊണ്ട് ഇത് രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം, ചിലപ്പോ ഒരു ബേജാറ് കൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഇങ്ങനെ വളരെ അഗ്രസീവ് ആയിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്തു പറയണമെന്നറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് ബാക്കിലിരുന്നു കൊണ്ട് നമ്മളെ പ്രേമേന്ദ്രനൊക്കെ ചിരിക്കുന്നുണ്ട്. അത് ഇയാളെ സപ്പോർട്ട് ചെയ്ത് ചിരിക്കുന്നതാണോ തമാശയാക്കി ചിരിക്കുന്നതാണോ എന്ന് കാണുമ്പോ നമുക്കങ്ങനെ സങ്കടം തോന്നുന്നുണ്ട്. ഇയാളെ തമാശയാക്കുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യുക? അയാൾ അങ്ങനെ ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ഞെട്ടിക്കുകയല്ല ആണല്ലോ. എന്താ പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. അലുവ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ഓരോ സംഗതി പറഞ്ഞ് അതിനെ